ഇ.പി. ജയരാജന്റെ ആത്മകഥ നവംബർ 3 പുറത്തിറങ്ങും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്യും. ഇതാണ് എന്റെ ജീവിതം എന്ന പേരിലാണ് ആത്മകഥ. അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. അരുൺ, കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന തലക്കെട്ടൊക്കെ മാറുന്നു. ഇതാണ് എന്റെ ജീവിതം എന്ന പുതിയ തലക്കെട്ടിൽ പുസ്തകം ഇറങ്ങുമ്പോഴുള്ള രാഷ്ട്രീയ ആകാംക്ഷ. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പേരിൽ ഇ.പി. ജയരാജൻ ഒരു ആത്മകഥ പുറത്തിറക്കുന്നു എന്ന പ്രഖ്യാപനം നേരത്തെ DC ബുക്സ് അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അത് പിന്നീട് വലിയ വിവാദമായതും നമുക്കറിയാം. അതിന്റെ PDF ഭാഗങ്ങൾ, അതായത് ആത്മകഥയുടെ PDF ഭാഗങ്ങൾ എന്ന പേരിൽ ചില ഭാഗങ്ങൾ പുറത്തിറങ്ങുകയും അതിൽ രണ്ടാം പിണറായി സർക്കാരിനെതിരെയും CPM-ന്റെ പ്രവർത്തന രീതിയെ സംബന്ധിച്ചൊക്കെ വലിയ വിമർശനം അതിൽ പുറത്തിറങ്ങിയ PDF ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം അന്നത്, അതായത് DC ബുക്സ് ആത്മകഥ പുറത്തിറക്കുന്നു എന്ന് പ്രഖ്യാപനം വന്ന സമയം ചേലക്കര, പാലക്കാട്, വയനാട് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയമായിരുന്നു. ആ ഘട്ടത്തിൽ അന്നത്തെ പാലക്കാട് LDF സ്ഥാനാർത്ഥിയായിരുന്ന P. സരിനെതിരെ ഉൾപ്പെടെ ആ ആത്മകഥയിൽ അന്ന് പുറത്തു വന്ന ഭാഗങ്ങളിൽ വിമർശനമുണ്ടായിരുന്നു. അത് പിന്നീട് വിവാദമായി മാറി. അത് നിഷേധിച്ചുകൊണ്ട് ഇ.പി. ജയരാജൻ തന്നെ രംഗത്ത് വന്നു. താൻ അത്തരത്തിലൊരു ആത്മകഥ എഴുതിയിട്ടില്ല, താൻ എഴുതുന്ന ആത്മകഥയിൽ അത്തരം പരാമർശങ്ങളില്ല എന്ന് പറഞ്ഞ് അന്ന് പുറത്തിറങ്ങിയ ഭാഗങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഇ.പി. ജയരാജൻ രംഗത്ത് വരികയും പിന്നീട് അതിൽ നിയമ നടപടി, DC ബുക്സിനെതിരെ നിയമ നടപടി സ്വീകരിച്ച് അതിൽ പിന്നീട് കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യം ഉൾപ്പെടെയുണ്ട്. ഇപ്പോൾ എന്തായാലും മറ്റൊരു പേരിലാണ്, ഇതാണ് എൻ്റെ ജീവിതം എന്ന പേരിലാണ് ഇപ്പോൾ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പോകുന്നത്. മാതൃഭൂമി ബുക്സ് ആണ് പുതിയ പ്രസാധകർ. നവംബർ 3 വൈകിട്ട് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി ഈ ആത്മകഥ പ്രകാശനം ചെയ്യും. സ്വാഭാവികമായും നേരത്തെ തന്നെ അന്നിറങ്ങിയ ആ പരാമർശങ്ങൾ തന്റെ പുസ്തകത്തിൽ ഇല്ല എന്ന് ഇ.പി. പറഞ്ഞതാണ്. സ്വാഭാവികമായും പുതിയ ആ പുസ്തകത്തിൽ അത്തരം പരാമർശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. എന്തായാലും ഇ.പിയുടെ പുസ്തകം ഇറങ്ങുമ്പോൾ അത് രാഷ്ട്രീയ കൗതുകം എന്തായാലും നിലനിൽക്കുന്നുണ്ട്. ശരി, തലക്കെട്ടും പ്രസാധകരും ഒക്കെ മാറി പുറത്തിറങ്ങുന്ന ആത്മകഥയിൽ എന്തൊക്കെയാവും ഉള്ളടക്കമെന്നത് ആകാംക്ഷ തന്നെയാണ്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.